മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഒരുപാട് തവണ വാക്കു തരുന്നവരെയും എപ്പോഴും സത്യം ചെയ്യുന്നവരെയും വിശ്വസിക്കരുത്. അത് പാലിക്കുന്നവരൊന്നും വീണ്ടും വീണ്ടും പറഞ്ഞു നടക്കാറില്ല. ലക്ഷ്യമാണ് പ്രധാനമെങ്കിൽ ക്ഷമയായിരിക്കണം നിങ്ങളുടെ ആയുധം. ഭക്തരെ, സന്തോഷത്തിലേക്ക് 5 പടികളുണ്ട്. കൂടുതൽ ദാനം ചെയ്യുക, കുറച്ച് ചിന്തിക്കുക, ഈ നിമിഷത്തിൽ ജീവിക്കുക, കുറവ് പ്രതീക്ഷിക്കുക, കൂടുതൽ പുഞ്ചിരിക്കുക. താൽക്കാലികമായ അവസ്ഥകളിൽ ഒരിക്കലും സ്ഥിരമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. നിങ്ങളുടെ കണ്ണീരിൻ്റെ വില അറിയാത്ത ഒരാളെ ഓർത്ത് ഒരിക്കലും കരയരുത്. നല്ലത് മാത്രം സ്വീകരിക്കുക, മോശമെന്ന് തോന്നുന്നതെന്തും ഉപേക്ഷിക്കുക. അത് പ്രവൃത്തിയായാലും ചിന്തയായാലും മനുഷ്യരായാലും. ഭക്തരെ, നേടിയെടുക്കുന്നത് മാത്രമല്ല, ചിലയിടത്ത് വിട്ടുകൊടുക്കുന്നതും വിജയം തന്നെയാണ്. തെറ്റാണെന്ന് മനസ്സിലായിട്ടും ന്യായീകരിക്കുന്ന വ്യക്തിയോട് തർക്കിക്കാൻ നിൽക്കരുത്. കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ ഞാൻ എന്ന ഭാവം ഉള്ള കാലത്തോളം ആ വ്യക്തിയുടെ ശരികളെല്ലാം അവർ തന്നെയായിരിക്കും. നല്ല ചിന്തകൾ കൊണ്ടും നല്ല മനസ്സുകൊണ്ടുമാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത്. പണം ഏത് ചീത്ത മാർഗത്തിലൂടെയും സ്വന്തമാക്കാം. മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന 3 തെറ്റുകളുണ്ട്. ആവശ്യങ്ങൾക്കായി മാത്രം അടുപ്പവും സ്നേഹവും കാണിക്കുന്നവരെ തിരിച്ചറിയാതെ പോകുന്നത്. 2. നിങ്ങൾ സ്നേഹിക്കുന്നവരെല്ലാം തിരിച്ചും അതുപോലെ നിങ്ങളെ സ്നേഹിക്കും എന്നത്. 3. ആളും തരവും നോക്കാതെ എല്ലാവരോടും സത്യസന്ധമായി മനസ്സ് തുറക്കുന്നത്. ഭക്തരെ, യോഗമില്ലെന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണം എന്ന് കരുതി മുന്നോട്ട് കുതിച്ചവരെ വിജയിച്ചിട്ടുള്ളൂ. എന്തിനേയും ഒറ്റയ്ക്ക് നേരിടാൻ പഠിക്കുക. കാരണം കൂടെയുള്ളവർ എപ്പോൾ വേണമെങ്കിലും മാറാം. നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ വേദനയും പാഠമാക്കണം. അതിശക്തിയോടെ തിരികെ മടങ്ങി വരാനുള്ള പാഠം. എല്ലാ ഭക്തരിലും മഹാദേവന്റെ അനുഗ്രഹമുണ്ടാവട്ടെ. ഓം നമഃ ശിവായ.